ഇടുക്കി അടിമാലിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. അമ്പലപ്പടി സ്വദേശി ഷാജിയുടെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ലാൽകൃഷ്ണനുണ്ട് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ലാൽകൃഷ്ണൻ, ഇത് ഷാജിയുടെ വീട്ടിൽ മാത്രമുണ്ടായ ഒരു സംഭവമാണോ? ഈ കനത്ത മഴയാണോ ഇതിന് കാരണം? ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? തീർച്ചയായിട്ടും ആളപായമില്ല എന്നുള്ളത് ആശ്വാസജനകമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഴ തന്നെയാണ് പ്രധാന കാരണം എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ഇന്നലെ രാവിലെ മുതൽ ഇന്ന് പുലർച്ചെ വരെ അതിശക്തമായ മഴയാണ് ഇടുക്കി ജില്ലയുടെ പല മേഖലയിലും ഉണ്ടായത്. ഒരു ഇടതടവില്ലാതെ പെയ്തുകൊണ്ടിരുന്ന മഴയിൽ പലയിടങ്ങളിലും മണ്ണിടിഞ്ഞിട്ടുണ്ട്, ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ചിലയിടങ്ങളിലെല്ലാം മരം തന്നെ വീടിന് മുകളിലേക്ക് കടപുഴകി വീണു. മറ്റ് ചിലയിടങ്ങളിൽ പാറക്കെട്ടുകൾ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അതിനോട് ഒത്തുവായിക്കേണ്ട ഒന്നുകൂടിയാണ് ഷാജിയുടെ വീട്ടിലെ ഈ കിണർ ഇടിഞ്ഞ് താഴേക്ക് പോയ സംഭവം. ഇതും ഇന്നലെ രാത്രി തന്നെ ഉണ്ടായ സംഭവമാണ്. പക്ഷേ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ഏകദേശം 4-5 അടിയോളം താഴ്ചയിലേക്ക് ഈ കിണർ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും ആളപായമില്ല എന്നുള്ള ആശ്വാസകരമായ കാര്യമാണ്. ഇന്ന് ഇതുവരെ മഴ പെയ്തിട്ടില്ല എങ്കിൽ പോലും ഇപ്പോഴും മൂടിക്കിട്ടിയ ഒരു അന്തരീക്ഷമാണ് നിലവിൽ ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലുമുള്ളത്. ഹൈറേഞ്ച് മേഖലയിലേക്ക് വീണ്ടും മഴയും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കാജനകമായൊരു സാഹചര്യം നിലവിലില്ല. എന്നിരുന്നാൽ പോലും ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കൂടി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരങ്ങൾ. ശരി, അടിമാലിയിലാണ് അമ്പലപ്പടി സ്വദേശി ഷാജിയുടെ കിണർ, ആ വീട്ടിലെ കിണർ ഇടിഞ്ഞു വീണു എന്നുള്ള വിവരങ്ങൾ വരുന്നത്. 5 അടി താഴ്ചയിലേക്ക് കിണർ ഇടിഞ്ഞു വീഴുന്നിട്ടുണ്ട്. ശക്തമായ മഴയാണ് ഇതിന് കാരണം എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് നൽകുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു.